ലഹരി മുക്തമാക്കാൻ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് നടപ്പിലാക്കുന്ന ശക്തമായ ലഹരി വിരുദ്ധ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായി സിനിമാ സെറ്റുകൾ, കാരവാനുകൾ, DJ പാർട്ടികൾ, ആഡംബര ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൂടി കർശന പരിശോധനകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കാരണം ഈ യുവതീ-യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല ഈ ലഹരി വിതരണം നടക്കുന്നത്. സിനിമാ മേഖലയിലും ഇതിന്റെ വ്യാപക ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. പല നടന്മാരും പിടിയിലായിട്ടുണ്ട്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു നടന്റെ അറസ്റ്റ് ലഹരിയുമായുള്ള സിനിമാ മേഖലയുടെ ബന്ധം തുറന്നു കാട്ടുന്നതായിരുന്നു. ലഹരി ഉപയോഗത്തിന്റെ പേരിൽ സിനിമാ മേഖലയിലുള്ളവർ അറസ്റ്റിലാകുന്നതും ആദ്യമായിട്ടൊന്നല്ല. കൊച്ചി ഹോട്ടലുകളിലെ ലഹരി പാർട്ടികൾ അന്വേഷിക്കാനെത്തിയ പോലീസിന്റെ പിടിയിൽ മുമ്പും നടന്മാരും അണിയറ പ്രവർത്തകരും അകപ്പെട്ട സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 വർഷം മുമ്പ് ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്മാർ ഉൾപ്പെട്ട സംഘം കൊച്ചിയിലും പിടിയിലായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ ഒരു അന്വേഷണം വേണ്ടതും ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനിവാര്യമാണ്. സിനിമാ പ്രവർത്തകർ, ഡോക്ടർമാർ തുടങ്ങിയ പ്രമുഖരെ മാത്രം ലക്ഷ്യമിട്ട് ലഹരി വിതരണം ചെയ്യുന്ന സംഘങ്ങളെ ഇപ്പോൾ പോലീസ് വലയിലാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് സമൂഹത്തിലെ ഇച്ചിരി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ നടന്മാരും അതുപോലെ ഡോക്ടേഴ്സ്, ഇവർക്ക് കഞ്ചാവ് വിതരണം അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്ന ഡീലേഴ്സിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന 2 മയക്കുമരുന്ന് വിൽപ്പനക്കാരെയാണ് ചേരാനെല്ലൂരിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചേരാനെല്ലൂർ സ്വദേശി അമൽ ജോർജ്, വടക്കേക്കര സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾക്ക് 33 വയസ്സ് പ്രായം, ഒരാൾക്ക് വെറും 25 വയസ്സ് മാത്രം പ്രായം. ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ചേരാനെല്ലൂരിലെ വാടക അപ്പാർട്ട്മെന്റിൽ അർദ്ധരാത്രിയിൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയതെന്നും പോലീസ് പറഞ്ഞു. പരിശോധനയ്ക്കിടെയും പോലീസ് ഇവരുടെ കൈവശം നിന്ന് 14.63 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൊച്ചിയിലെ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും ഇരുവരും മയക്കുമരുന്ന് വിതരണം ചെയ്തതായും പോലീസ് ആരോപിച്ചു. പ്രതികൾ ഇരുവരും മുമ്പ് മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് നിരീക്ഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതായത് ഈ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വന്നവരല്ല, മുമ്പും ഇത്തരത്തിൽ ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും ഇതേ പണി തന്നെ ആവർത്തിച്ച് ചെയ്യുന്നവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. അവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയതായി ആരോപിക്കപ്പെടുന്നവരെയൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് നടപടികളുടെ ഭാഗമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഏതായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ ഏതൊക്കെ താരങ്ങൾക്കാണ്, ഏതൊക്കെ സെറ്റുകളിലാണ് ലഹരി വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ കൂടുതൽ പേരുകൾ പുറത്തു വരും. അപ്പോൾ പിടിയിലാകുന്നത് ഒരുപക്ഷെ വലിയ കണ്ണികളായിരിക്കാം. കാരണം ഇപ്പോൾ പിടിയിലാകുന്നവരൊക്കെ തന്നെ ചെറിയ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഇനി വമ്പൻ സ്രാവുകളിലേക്കാണ് അന്വേഷണം എത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ സിനിമാ മേഖലയിലുള്ള വമ്പന്മാരും വീഴുമോ അല്ലെങ്കിൽ പിടിയിലാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. രാഷ്ട്രീയ സിനിമാ മേഖലകളിൽ സ്വാധീനമുള്ളവർ ഉൾപ്പെടെയുള്ളവർക്ക് നിയമം തുല്യമായിരിക്കുമെന്നും ലഹരി ഉപയോഗിക്കുന്നവരോ വിൽക്കുന്നവരോ ആയ പ്രമുഖരെ വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകൾക്ക് സർക്കാരും പോലീസും പിന്തുണ നൽകുന്നുണ്ട്. കൂടാതെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ ഈ ദൗത്യത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി സിനിമാ താരങ്ങളാണ് പങ്കാളികളായിട്ടുള്ളത്. ഇവർ തൂഫാൻ വാരിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്തുണയുമായി സൂപ്പർ താരം മോഹൻലാലും രംഗത്തെത്തിയിരുന്നു. ലഹരി ഉപയോഗിക്കുന്നവരോട് വിൽക്കുന്നവരോടും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടും അദ്ദേഹം പ്രത്യേക വീഡിയോ സന്ദേശവും പുറത്തിറക്കിയിരുന്നു. മലയാള സിനിമയിലെ മുതിർന്ന നടൻ മധു ഈ ക്യാമ്പയിനിൽ തൂഫാൻ വാരിയർ പദവി ഏറ്റെടുത്തിട്ടുണ്ട്. ഹരിവരാസനം സിനിമയുടെ അണിയറ പ്രവർത്തകർ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സിനിമയിലെ മുഴുവൻ താരങ്ങളും അണിയറ പ്രവർത്തകരും ഈ ദൗത്യത്തിന്റെ ഭാഗമായി. നടൻ സൈജു കുറപ്പ്, സംവിധായകൻ രാജേഷ് നായർ, നിർമ്മാതാവ് അജിത് വിനായക് എന്നിവരുൾപ്പെടെയുള്ളവരും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തൂഫാൻ വാരിയർമാരായി പ്രഖ്യാപിക്കപ്പെട്ടു. സംവിധായകനും നടനുമായ മേജർ രവിയും ഈ ക്യാമ്പയിനിൽ തൂഫാൻ വാരിയറായി കൈകോർത്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖരും ഈ ക്യാമ്പയിന്റെ ഭാഗമാണ്. കൂടാതെ നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള താരങ്ങളും കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ വേട്ടയെ പരസ്യമായി പ്രശംസിച്ചും രംഗത്തെത്തിയിരുന്നു.
ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടി വേണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ലെന്ന വിമർശനങ്ങൾ മുമ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെയാകില്ല. കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡുകളിൽ സിനിമാ മേഖലയിലെ പ്രമുഖർക്കും സംവിധായകർക്കും MDMAയും കൊക്കൈനും എത്തിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ സിനിമാ ലൊക്കേഷന് പുറത്തായിരുന്നു ലഹരി ഉപയോഗമെങ്കിൽ ഇന്ന് ലൊക്കേഷനുള്ളിൽ തന്നെയാണ് ഉപയോഗം. സിനിമയിലെ ലഹരി ഉപയോഗവും കാരവാൻ സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടെന്ന് മേഖലയുമായി ബന്ധപ്പെട്ടവരും പറയുന്നു. ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ നടീനടന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും വിശ്രമിക്കാനാണ് കാരവാൻ സജ്ജീകരിക്കുന്നതെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള വേദിയായാണ് പലരും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ലഹരി ഉപയോക്താക്കളായ നടന്മാരും അണിയറ പ്രവർത്തകരും നേരെ കാരവാനിലെത്തും. ലഹരിയുടെ ലോകത്താണ് പിന്നെ അവർ. ഈ സമയത്ത് മറ്റുള്ളവർ അകത്തേക്ക് കടക്കാതെ നിയന്ത്രിക്കാൻ കാരവാന് പുറത്ത് ആളുകളെ നിർത്തിയിരിക്കും. പുതു സിനിമകളുടെ സെറ്റിലാണ് പരസ്യമായ ലഹരി ഉപയോഗം കൂടുതലായി നടക്കുന്നത്. ലഹരി ശല്യം അസഹ്യമായ സാഹചര്യത്തിൽ കാരവാനുകളിൽ ക്യാമറ ഘടിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. കാരവാൻ നടിമാർ വസ്ത്രം മാറുന്ന ഇടം കൂടിയായതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായത്. ഏതായാലും പോലീസും എക്സൈസും ആത്മാർത്ഥമായി രംഗത്തിറങ്ങുകയും അതുപോലെ തന്നെ ഈ ഫെഫ്ക തുടങ്ങിയ മേഖലയിലെ സംഘടനകൾ അവരുമായി പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്താൽ നിയന്ത്രിക്കാവുന്നതേയുള്ളൂ ഈ സിനിമാ ലോകത്തെ ലഹരി. അതേസമയം മറ്റൊരു വാർത്ത, കെ സുധാകരൻ MP സാന്നിധ്യത്തിൽ കൊച്ചിയിൽ ചേർന്ന തൂഫാൻ വാരിയർ യോഗത്തിൽ പങ്കെടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. പാലക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ ആലുവ സ്വദേശി ബിലാലിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ പ്രശസ്തമായ ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിലും മുഖ്യപ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. കെ സുധാകരൻ MP പങ്കെടുത്ത ഓപ്പറേഷൻ തൂഫാൻ വോളണ്ടിയർ യോഗത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലാകുന്നത്. കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിലെ ബാറിൽ യുവാവിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലും സുധാകരന്റെ അടുത്ത അനുയായിയായ ഷിബു എന്ന തൂഫാൻ വാരിയറും അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തുവന്ന ദൃശ്യങ്ങൾ പ്രകാരം AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയായ സുഹൈൽ, വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ റിയാസ്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതി ബിലാൽ തുടങ്ങി എല്ലാവരും ക്രിമിനൽ കേസ് പ്രതികളാണ്. അവരാണ് കെ സുധാകരനൊപ്പം യോഗത്തിൽ പങ്കെടുത്തത്. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വിളിച്ച യോഗം അക്ഷരാർത്ഥത്തിൽ ക്രിമിനലുകളുടെ സംഗമവേദിയായി മാറിയെന്ന ഉയർന്ന ആക്ഷേപം. സംഭവം രാഷ്ട്രീയ വിവാദമായതോടെ വിശദീകരണവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. കെ സുധാകരൻ പങ്കെടുത്ത ഇത്തരമൊരു യോഗവുമായി DCCക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് ഔദ്യോഗിക നിലപാട്. ലഹരി വിരുദ്ധതയുടെ മറവിൽ ക്രിമിനലുകളെ ഒപ്പം കൂട്ടിയ നേതാവിന്റെ നടപടി പാർട്ടിക്കുള്ളിലും വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്.